അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സും അഭിമാനമുണ്ട് എന്ന ഹൈക്കോടതിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രസിദ്ധ ചലച്ചിത്രകാരൻ ബാലചന്ദ്രമേനോനെതിരെ ഒരു നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഈ ഓർമ്മപ്പെടുത്തൽ. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ചാർജ് ചെയ്ത കേസ്, ആ കേസിൽ ബാലചന്ദ്രമേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി ഈ പരാമർശം, ഈ ഓർമ്മപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് നോക്കിക്കേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് മേപ്പടി നടിയോട് മോശമായി സംസാരിച്ചുവെന്നും പെരുമാറിയെന്നുമുള്ള പരാതി കണ്ടോൺമെന്റ് പോലീസ് മുഖാന്തരം രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. വളരെ ഉചിതമായ ഒരു പരാമർശമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. 17 വർഷമല്ല, അതിന് മുമ്പ് എത്രയോ 20, 25, 30 വർഷമായിട്ടുള്ള ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള കേസുകൾ ചലച്ചിത്ര രംഗത്തെ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ, നടിമാര്, അതുപോലുള്ള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, മറ്റു പലരും ഇതേ സ്വഭാവമുള്ള പരാതികൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ഫലമായി പലർക്കും മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പ്രമാദമായ ചില സ്ത്രീ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ഒരു സ്ത്രീ വിദ്വേഷം ഉണ്ടാവുന്നത് പ്രഥമ മന്ത്രിസഭയിലെ ഗിരിജന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പി കെ ചാത്തന്റെ പേരിലാണ്, പി കെ ചാത്ത മാസ്റ്ററുടെ പേരിലാണ്. അതിനുശേഷം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പി ടി ചാക്കോ, അദ്ദേഹം നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം സഞ്ചരിച്ച കാറ് പീച്ചി ടൂറിസ്റ്റ് ബംഗ്ലാവിലേക്ക് പോകാൻ ആയി അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്ന കാറ് വഴിക്ക് വെച്ച് ഒരു കൈവണ്ടിയുമായി തട്ടുകയും ആളുകൾ ചുറ്റും കൂടിയപ്പോൾ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഗായികയായിരുന്നു, തിരുവനന്തപുരത്തുകാരിയായ ഒരു ഗായികയായിരുന്നു, പാട്ടുകാരിയായിരുന്നു. അവന്റെ ഭർത്താവട്ടെ എസ് പി റാങ്കിലുള്ള സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അത് വളരെ വിവാദമായി. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു, മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഈ സംഭവം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ചു. അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന നീല ലോഹിതദാസ്, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതിനുശേഷം മന്ത്രിയായിരുന്ന പി ജെ ജോസഫിനെതിരെ വന്ന ആരോപണം, മന്ത്രിയായിരുന്ന ജോസ് തെറ്റയിലെതിരെ വന്ന ആരോപണം, മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രനെതിരെ വന്ന ആരോപണം, അങ്ങനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന പലരുടെ പേരിലും ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേർക്ക് വന്ന ആരോപണമാണ്. അത് വളരെ വിവാദമായ കേരള രാഷ്ട്രീയത്തിൽ അത് ഉയർത്തിയ വിവാദങ്ങൾ ചെറുതൊന്നുമല്ല. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്ന മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സിനിമാ നടന്മാർ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നത് ആദ്യമല്ല. വിതുര കേസിൽ ജഗദീഷ് ശ്രീകുമാർ അതുപോലുള്ള ചില സംഭവങ്ങൾ, ചെറുതും വലുതുമായ സംഭവങ്ങൾ പല ഘട്ടങ്ങളിലും പല കാലഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. നിരവധി സംഭവങ്ങളിൽ വളരെ വളരെ ചുരുക്കം ചിലത് മാത്രമേ ഇത്തരം കേസും വഴക്കും വക്കണവുമായി തീരാറുള്ളൂ. അത് ചിലത് മാത്രമേ പുറത്തു വരാറുള്ളൂ. എന്തായാലും അപ്പോഴെല്ലാം സ്ത്രീകളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ന്യായം, നീതി കണ്ടെത്തിയിട്ടുള്ളത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ്, അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോന് ഹൈക്കോടതി മുൻ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ സംവിധായകനാണ്, നടനാണ്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഫിലിം മേക്കറാണ്. അദ്ദേഹം 17 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു സിനിമയിൽ, ആ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയോട് അപമര്യാദയായി പെരുമാറി, അപമര്യാദയായി സംസാരിച്ചു, അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ക്ഷണിച്ചു എന്നെല്ലാമാണ് ആ നടി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ നടി തന്നെയാണ് മറ്റു ചില നടന്മാരെ പേരിലും എല്ലാം കേസ് കൊടുത്തതും ആ കേസെല്ലാം നിലനിൽക്കുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ടാവണം, അല്ല ഇതെല്ലാം വെച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ആ പ്രത്യേക പരാമർശം, അന്തസ് അത് സ്ത്രീകൾക്ക് മാത്രമല്ല, അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടെന്നുള്ളത്. പല കേസുകളും അവരുടെ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉഭയകക്ഷി സമ്മതത്തോടെ ആയിരിക്കും നടന്നിട്ടുള്ളത്. അതല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഭിപ്രായ ഭിന്നതയിൽ നിന്നോ മറ്റ് ഭിന്നതയിൽ നിന്നോ ഒക്കെ ജീവൻ വെച്ചാണ് അത് പരാതിയിലേക്ക് കടക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പല കേസുകളും രജിസ്റ്റർ ചെയ്യുകയും അത് കോടതിയിൽ എത്തുകയും അതിന്റെ പേരിൽ അറസ്റ്റും അതുപോലുള്ള മറ്റ് നടപടിക്രമങ്ങളുമൊക്കെ നടന്നിട്ടുള്ളൂ. അവിടെയെല്ലാം എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുത, ഇത്തരം സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത്തരം സംഭവങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്. അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും, അത് സ്ത്രീയുടെ ഭാഗത്തു നിന്നായാലും പുരുഷന്റെ ഭാഗത്തു നിന്നായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതിനേക്കാൾ എത്രയോ മോശമായ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിരിക്കുന്നു. അത് പലതും കോടതിയുടെ പരിഗണനയിലും കോടതിയിലുമാണ്. ചില ദിവസവും പോലീസ് സ്റ്റേഷനിൽ ഇത്തരം കേസുകൾ വരുന്നുണ്ട്, സ്ത്രീ പീഡന കേസുകൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളുടെ ആത്മഹത്യകൾ, പുരുഷന്മാരുടെ ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, അങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരള ഹൈക്കോടതിയുടെ ഈ പരാമർശം വന്നിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു കാര്യം ഊന്നി പറയാനുള്ളത്, സ്ത്രീ പറയുന്ന കാര്യങ്ങൾ
അല്ലെങ്കിൽ ഒരു സ്ത്രീ ആരോപിക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായി ശരിയാവണമെന്നില്ല. പലപ്പോഴും പരസ്പര വിദ്വേഷത്തിന്റെ പേരിൽ പരസ്പരം പിണങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയെല്ലാം വിലപേശലിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയ ആരോപണങ്ങൾ, രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ, ചില പദവികൾ മോഹിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ, പണം മോഹിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ, ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും ചിലർക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ഇത്തരം ആരോപണങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകത്താകമാനം ഇത്തരം സംഭവങ്ങൾ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത്തരം ആരോപണങ്ങളും തുടർന്ന് കേസുകളും വഴക്കുകളും വക്കാണുകളും ഒക്കെ അരങ്ങേറാറുണ്ട്. ഇവിടെയാണ് ഇത്തരം കാര്യങ്ങളെ കാര്യക്ഷമമായി പഠിക്കുകയും ഒരു കേസ് കിട്ടിയാൽ ഉടൻ അതിന്റെ പേരിൽ കേസെടുത്ത് എതിർ കക്ഷികളെ പേരിൽ നടപടി എടുക്കുന്നതിന് മുമ്പായി അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട്, ആ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ആ നടപടിയിലേക്ക് പോകാവൂ. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി, സുതാര്യമായ ഒരു അന്വേഷണം നടത്തി, ആരുടെയും ഭാഗത്ത് നിന്നുകൊണ്ടല്ലാതെ, ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ലാതെ, ആരുടെയും ശുപാർശ കൊണ്ടല്ലാതെ, പണത്തിന്റെ കാര്യം കൊണ്ടല്ലാതെ, പോക്കറ്റിലെ കനം നോക്കാതെ അവിടെയെല്ലാം സുതാര്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം പരാതികളിൽ മേൽ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവൂ എന്നാണ് ഈ അവസരത്തിൽ കേരളീയ പ്രസിന് പറയാനുള്ളത്. അത് പൊതുജനങ്ങളോടാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിയമം കൈകാര്യം ചെയ്യുന്ന പോലീസുകാരോടായാലും അതുപോലുള്ള മറ്റു ചില അധികാരങ്ങളോടായാലും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.